ഇന്ത്യയിൽ ഒരു ഫാസിസം വരികയാണെങ്കിൽ, ഇന്ത്യയിൽ ഫാസിസം വരികയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട. മലയാളത്തിൽ നിന്ന് ഒരു പത്രത്തിന് ഒരു നിരോധനവും നേരിടേണ്ടി വരില്ല. ആ പത്രത്തിന്റെ പേരാണ് മാതൃഭൂമി. ആ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും ഭീകരമായി സംഘപരിവാരത്തിന് വിടുവേല ചെയ്യുന്ന ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണ്. നേരത്തെ അൻഡ്രസ് സൂചിപ്പിച്ചല്ലോ, ഒരു മാസക്കാലമായി വെബ്സൈറ്റുകളിൽ വളരെ കൃത്യമായി ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാർട്ടി 24-ാം പാർട്ടി കോൺഗ്രസിന്റെ കരട് രേഖ. ആ രേഖയെ സംബന്ധിച്ചിട്ട് പറയുന്നു. അതോടുകൂടി ഫാസിസത്തെ കുറിച്ച് വലിയ ചർച്ചയാണ്. ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഫാസിസത്തെ ഏറ്റവും നിസ്സാരവൽക്കരിക്കുന്നവരാണ് ഇവർ. ഫാസിസം അങ്ങനെ നിസ്സാരമായിട്ടുള്ള ഒന്നാണ് എന്ന് കരുതണ്ട. എന്താണ് ഫാസിസം എന്നുള്ളത് വളരെ കൃത്യമായി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ദ മോസ്റ്റ് ടെററിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ഫിനാൻസ് ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും തീവ്രമായിട്ടുള്ള ഏകാധിപത്യം എന്തിന്റെ? ഫിനാൻസ് മൂലധനത്തിന്റെ. അതാണ് ഫാസിസം എന്ന് പറയുന്നത്. അതിലേക്ക് രാജ്യം എത്തിയിട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് CPM-നുള്ളത്. അത് നേരത്തെയും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമായി പറയുന്നു, ഇതാ ഒരു നവഫാസിസത്തിലേക്കുള്ള നീക്കമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത്. എന്താണ് ഈ വാക്ക്? എന്താണ് ഫാസിസം? എന്താണ് രാജ്യത്ത് നടക്കുന്നത്? എന്താണ് ഈ പറയുന്ന മുതലാളിത്തവും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പറയുന്ന ഭരണവർഗവും കൂടി ചേർന്നിട്ട് ഈ നാട്ടിൽ നടത്തുന്നത് എന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത കുറെ ആളുകൾ ഞങ്ങളുടെ രഹസ്യ രേഖ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടി, മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെ ആരെങ്കിലും അവരുടെ പാർട്ടി കോൺഗ്രസുകളിൽ, പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്ന രേഖ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരിലേക്ക് വരെ എത്തിക്കുന്നുണ്ടോ? അത്രയും സുതാര്യമായി പാർട്ടി സമ്മേളനത്തിൽ എന്ത് ചർച്ച ചെയ്യുന്നു എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഇന്ത്യയിലെ ഏക പാർട്ടിയാണ് CPIM. അതിന്റെ രഹസ്യരേഖ എന്ന് വേണ്ട ചർച്ച നടത്തുന്നത്. അപ്പൊ ഇതാണ് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മാധ്യമങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടാണ്. ഒന്ന്, അത് മാധ്യമങ്ങളാണ്. രണ്ട്, മയക്കുമരുന്നാണ്.